കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കഥകൾക്ക് വേണ്ടിയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആസൂത്രണം നടത്തുകയും അതിന്റെ പശ്ചാത്തലത്തിൽ വിഷം ചീറ്റുന്ന ഒരു ചാനലിനെയും റൌഫ് എന്ന പീരച്ചക്കനെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും തകർക്കാമെന്നാണ് സിപിഎമ്മുകാരൻ വിചാരിച്ചതെങ്കിൽ യഥാർത്ഥത്തിൽ സിപിഎമ്മുകാരന് തെറ്റുപറ്റിയിരിക്കുന്നു. മുസ്ലിം ലീഗിനെ കുറിച്ച്, മുസ്ലിം ലീഗിന്റെ ഗതകാല ചരിത്രത്തിന്റെ ഫോസിലുകളെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് സിപിഎമ്മുകാരൻ ഇങ്ങനെയൊരു ദുരാരോപണവുമായിട്ട് മുമ്പോട്ട് വരുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ നിലയിൽ അസൂയാവഹമായ വളർച്ച കൈവരിച്ചത് എന്ന് ജനാധിപത്യ വിശ്വാസികൾക്ക് അറിയുന്ന കാര്യമാണ്. പ്രാന്തവൽക്കരിക്കപ്പെട്ടു പോയ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ന്യൂനപക്ഷത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എക്കാലത്തും മുൻപന്തിയിൽ നിന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി തങ്ങൾ ഒരുപാട് കാര്യം ചെയ്തു എന്ന് പറയുന്ന സിപിഎമ്മിന്റെ നേതൃത്വത്തെയും ഇടതുപക്ഷത്തെയും വെല്ലുവിളിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ 4.25 കൊല്ലം എന്താണ് നൽകിയത് എന്ന് പറയുവാൻ വേണ്ടി സാധിക്കുമോ? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തില് കേരളത്തിലെ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞപ്പോൾ ആ സ്കോളർഷിപ്പ് പോലും സിപിഎമ്മിന്റെ നേതാക്കന്മാർ അടിച്ചു മാറ്റുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. ഇതുപോലെയുള്ള ഒരു ഭരണത്തെ ചത്ത എലിയ വലിച്ചെറിയുന്ന ലാഘവത്തോടുകൂടി വലിച്ചെറിയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗത ഭാഷണത്തിന് വേണ്ടി വാർഡ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഹുസൈൻ സാഹിബിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യ ജാഥ ലീഡർ MK കുഞ്ഞബ്ദുള്ള ഹാജി സാഹിബ്, ഡെപ്യൂട്ടി ലീഡർ K മുഹമ്മദ് കുഞ്ഞി, ജില്ലാ മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് നക്കാരിദ്, മറ്റ് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, അസ്സലാമു അലൈക്കും. ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയും ഇടത് സർക്കാരിന്റെ ഗൂഢാചരണക്കെതിരെയും സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പദയാത്ര നടത്തപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പങ്കെടുത്ത മുഴുവൻ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷം വഹിക്കാൻ വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് CH മുഹമ്മദ് സാഹിബിനെ ക്ഷണിച്ചോളുന്നു. പ്രിയമുള്ള ശാഖാ നേതാക്കളെ,